കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ രാഗേഷിൻ്റെ വീട്ടിൽ ഇപ്പോൾ വിജിലൻസിൻ്റെ റെയ്ഡ് നടക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദനം എന്ന പരാതിയിലാണ് ഈ റെയ്ഡ് പുരോഗമിക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ, ഇദ്ദേഹത്തെക്കുറിച്ച് പരാതികളുണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കാൻ? എസ് കെ എൻ വിജിലൻസ് പരിശോധന നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി കെ രാഗേഷിൻ്റെ കണ്ണൂർ ചാലാടെ വീട്ടിലാണ് പുരോഗമിക്കുന്നത്. വിജിലൻസ് കോഴിക്കോട് യൂണിറ്റാണ് പരിശോധന നടത്തുന്നത്. ഇത് പ്രധാനപ്പെട്ട പരാതി മുൻപുണ്ടായിരുന്നൊരു പരാതിയാണ്, അനധികൃത സ്വത്ത് സമ്പാദനമെന്ന പരാതിയാണ്. ആ പരാതിയിന്മേലാണ് പരിശോധന നടക്കുന്നത്. പക്ഷേ അതേസമയം ഇതിനോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിലും സമാന്തരമായി വിജിലൻസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെയും വിജിലൻസിന് മുന്നിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുമായി ബന്ധപ്പെട്ട കരാറിനെ ചൊല്ലിയുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതും ഇതോടൊപ്പം പരിശോധനയുടെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി കെ രാഗേഷ് മുൻ കോൺഗ്രസ് നേതാവാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന ആൾ കൂടിയാണ്. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറാവുകയും പിന്നീട് കോൺഗ്രസ് തന്നെ UDFൻ്റെ പിന്തുണയോടുകൂടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി വിജയിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ പിന്നീട് കോൺഗ്രസ് നടപടിയെടുത്ത് പുറത്താക്കുകയും അദ്ദേഹം നിലവിൽ ഏതെങ്കിലും ഒരു മുന്നണിയായി ഇപ്പോൾ സഹകരിക്കുന്നില്ല. അങ്ങനെ നിലവിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സാങ്കേതികമായി പുറത്താണ്. ഏതെങ്കിലും ഒരു മുന്നണിയുമായി അദ്ദേഹം സഹകരിക്കുന്നുമില്ല എന്നതൊരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടതാണ്. മുൻപ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ അടക്കം ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ നേരത്തെ ഉയർന്നു വന്ന അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിന്മേലാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ പരിശോധന. അതേസമയം തന്നെ കണ്ണൂർ കോർപ്പറേഷനെതിരായി ഉയർന്നു വന്ന പരാതികളിന്മേലും ഇതോടൊപ്പം തന്നെ വിജിലൻസ് സമാന്തരമായി പരിശോധന നടത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് വിജിലൻസിൻ്റെ കോഴിക്കോട് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ അവരുടെ പരിശോധന തുടരുകയാണ്. രേഖകളും മറ്റു വിശദാംശങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് ശേഖരിച്ചവ പരിശോധിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ ചില പദ്ധതികൾക്കെതിരെയും ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതി, ആ വിഷയത്തിന്മേലുള്ള രേഖകൾ കൂടി പരിശോധിക്കുക എന്ന ലക്ഷ്യവും കൂടി വിജിലൻസിൻ്റെ റെയ്ഡിന് പിന്നിലുണ്ട് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കോർപ്പറേഷനിലെ പരിശോധന ഒരു വശത്ത് പുരോഗമിക്കുന്നു. ഒപ്പം കണ്ണൂർ കോർപ്പറേഷൻ്റെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി കെ രാഗേഷിൻ്റെ വീട്ടിലെ റെയ്ഡും സമാന്തരമായി പുരോഗമിക്കുകയാണ്. എസ് കെ. ഓക്കെ, സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.